കഥയുടെ തുടക്കത്തിൽ ഒരു പൈലറ്റ് എയർപോർട്ടിൽ കൂടെ വെപ്രാളപ്പെട്ട് പുള്ളിക്കാരന്റെ പ്ലെയിൻ എടുക്കാനായിട്ട് ഓടിപ്പോവാണ്. ഈ പോന്ന പൈലറ്റാണ് നമ്മുടെ കഥാനായകന്റെ പേരാണ് ടൊറൻസ്. പോന്ന വഴിക്ക് തന്നെ മോളെ വിളിച്ച് പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഇപ്രാവശ്യം വരും, നമുക്ക് ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാന്ന്. ഇതും പറഞ്ഞ് നേരെ പ്ലെയിനിന്റെ അകത്ത് കയറി ചെല്ലും. ക്യാബിനുള്ളിൽ കയറിയിട്ട് കോ പൈലറ്റിനെ പരിചയപ്പെടുകയാണ്. ഈ ഫ്ലൈറ്റിനെ എടുത്ത് കുറച്ച് പാസഞ്ചറെ വെച്ചുകൊണ്ട് വേറൊരു രാജ്യത്തോട്ട് പോവുകയാണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അതുപോലെ ഈ കൺട്രോൾ യൂണിറ്റിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഒരു ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ട്, ആ വഴി പോയാൽ മതി, കുറച്ചധികം ഫ്യൂല് ലാഭിക്കാനായിട്ട് പറ്റുമെന്ന്. അന്നേരം ഒരു എയർ ഹോസ്റ്റസ് അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ടൊറൻസിനോട് പുറത്തോട്ടൊന്ന് വരുമോ, ഒരു പോലീസുകാരൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനായിട്ട് ടൊറൻസ് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. ആ പോലീസുകാരൻ ഒരു കുറ്റവാളിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ കുറ്റവാളി ഇത്തിരി അപകടകാരിയാണ്, അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് സീറ്റ് വേണം, പിന്നെ ഈ പ്ലെയിനിൽ കയറുന്ന ആൾക്കാരൊന്നും ഈ കുറ്റവാളിയുടെ അടുത്ത് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ടൊറൻസ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും പൈലറ്റിന്റെ സീറ്റിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ടൊറൻസും കോ പൈലറ്റും കൂടെ പ്ലെയിൻ ആകാശത്തോട്ട് പൊക്കാനായിട്ട് തുടങ്ങും. അത് പറന്നുയരുകയാണ്. അത് ആകാശത്തിലൂടെ പോകുന്ന നേരത്ത് കോ പൈലറ്റിന്റെ ഫാമിലിയുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. ടൊറൻസിനോട് നിങ്ങൾക്ക് ഫാമിലി ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ടൊറൻസിന് ഒരു മോളുണ്ട്, പക്ഷേ 3 വർഷം മുമ്പ് ഭാര്യ മരിച്ചുപോയി. എന്തായാലും ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലെയിൻ പറത്തി അങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന നേരത്ത് പുറത്തുള്ള കാലാവസ്ഥയൊന്നും ശരിയല്ല. വിമാനം കിടന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങാണ്. പക്ഷെ ടൊറൻസ് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് അത് പറത്തിക്കൊണ്ട് പോവാണ്. ഇപ്പൊ വലിയൊരു കുലുക്കാണല്ലോ പ്ലെയിനിൽ സംഭവിച്ചത്. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കുഴപ്പമല്ല ഉണ്ടോന്ന് അറിയാനായിട്ട് ടൊറൻസ് പുറത്തോട്ടിറങ്ങി ചെല്ലുമ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള സാധനങ്ങൾ തെറിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ എടുത്തു കൊടുത്ത് ടൊറൻസ് എല്ലാ ആൾക്കാരോടും ക്ഷമ പറയാണ്. കാലാവസ്ഥ മോശമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്ലെയിൻ കോ പൈലറ്റ് പറത്തിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും ഈ ടൊറൻസ് ഒക്കെ ഇവിടെ നിൽക്കുന്ന നേരത്ത് ഒരു മിന്നൽ വന്ന് പ്ലെയിനിൽ പതിക്കുന്നത്. ആ മിന്നലിന്റെ ആഘാതം വളരെയധികം വലുതായിരുന്നു. പ്ലെയിൻ പെട്ടെന്ന് തന്നെ കുലുങ്ങാനായിട്ട് തുടങ്ങും. ഈ ഒരു കുലുക്കത്തിന്റെ ഇടയിൽ ടൊറൻസ് അടിച്ച് താഴെ വീഴാണ്. തല മുറിയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ടൊറൻസ് തലയടിച്ചിട്ട് നേരെ പൈലറ്റിന്റെ സീറ്റിൽ പോയി ഇരുന്നിട്ട് വിമാനം കൺട്രോളിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. എന്നാൽ പ്ലെയിനിലുള്ള എല്ലാ സിസ്റ്റംസും ഓഫായി പോയി. പ്ലെയിനിലുള്ള ഇലക്ട്രിസിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനും ഓഫായി പോയി. ഇനി ആകെ 10 മിനിറ്റ് കൂടെ മാത്രമേ ഈ പ്ലെയിൻ പറക്കത്തുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ താഴെ എവിടെയെങ്കിലും ഇറക്കണം. പക്ഷെ എവിടെ ഇറക്കുമെന്ന് അറിയാൻ പാടില്ല. കാരണം കോൺടാക്ട് ചെയ്യാനായിട്ട് റേഡിയോ ഒന്നും വർക്ക് ആവുന്നില്ല. ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് വർക്ക് ആവാത്തത്. എല്ലാവരോടും കൂടെ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആയിട്ട് പിടിച്ചിടാനായിട്ട് പറയും. അങ്ങനെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടും. എയർ ഹോസ്റ്റസ് ഒക്കെ അവരവരുടെ സ്ഥാനത്ത് വന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ നേരം ടൊറൻസും കോ പൈലറ്റും കൂടെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിമാനം കുറേയധികം കുലുങ്ങാണ്. നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. ഈ കുലുക്കത്തിന്റെ ഇടയിൽ ആ ഒരു പോലീസുകാരൻ ആർക്കും എന്തോ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കയ്യിലുള്ള ഫോൺ ദൂരോട്ട് തെറിച്ചു വീഴും. അതെടുക്കാനായിട്ട് സീറ്റ് ബെൽറ്റ് അഴിച്ച് സീറ്റിൽ നിന്ന് പുറത്തിറങ്ങി അതെടുക്കാനായിട്ട് പോകും. ഇത് കാണുന്ന ഒരു എയർ ഹോസ്റ്റസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, സീറ്റിൽ പോയി ഇരിക്കുന്നു പറഞ്ഞിട്ട് അവര് സീറ്റ് ബെൽറ്റ് അഴിച്ച് ആ ഒരു മനുഷ്യനെ പിടിച്ച് സീറ്റിൽ ഇരുത്താനായിട്ട് അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ അവർ അടുത്തോട്ട് ചെന്നതും പ്ലെയിൻ ഒറ്റ കുലുങ്ങലാണ്. അത് കുത്തനെയും മറിയുന്നത് പോലെ. അതുകൊണ്ട് തന്നെ താഴെ നിന്ന ആൾക്കാരെല്ലാം മുകളിൽ പോയി അടിച്ച് താഴെ വീഴാണ്. ആ പോലീസുകാരന്റെയും അതുപോലെ തന്നെ എയർ ഹോസ്റ്റസിന്റെയും ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ മരണപ്പെട്ടൊന്നും അറിയാൻ പാടില്ല. അത്രയും വലിയ അടിയായിരുന്നു അവർക്ക് കിട്ടിയത്. വീണ്ടും ടൊറൻസിനെയും അതുപോലെ തന്നെ കോ പൈലറ്റിനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇറക്കാനായിട്ട് ഒരു സ്ഥലവും ഇല്ല. കോണ്ടാക്ട് ചെയ്യാനായിട്ട് റേഡിയോയും വർക്കിംഗ് അല്ല. വിമാനത്തിൽ കറണ്ടും ഇല്ല. അവരങ്ങനെ പറത്തിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും ദൂരെയായിട്ട് ഒരു ഐലൻഡ് കാണുക. അവിടെ എങ്ങനെയെങ്കിലും ഇടിച്ചിറക്കാന്ന് അവർ വിചാരിക്കും. ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോയേക്കാം, ചിലപ്പോൾ മരണപ്പെട്ടു പോകത്തില്ല. ഒന്നും അവരുടെ കയ്യിലല്ല. എന്തായാലും റിസ്ക് എടുക്കാന്ന് വിചാരിച്ച് ആ ഐലൻഡിലോട്ട് ഇടിച്ചിറക്കാനായിട്ട് തുടങ്ങും. പോകുന്ന വഴിക്ക് തന്നെ വിമാനത്തിന്റെ ചിറകുകൾ അവിടുത്തെ മരത്തിലൊക്കെ തട്ടുന്നുണ്ട്. അങ്ങനെ വിമാനം എങ്ങനെയോ ഇടിച്ച് താഴെ ഇറക്കുന്നുണ്ട്. ഇവർക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. വിമാനം കത്തിയിട്ടില്ല, രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്ന് സ്പാർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വിമാനം ഇങ്ങനെ സ്പാർക്ക് പിടിക്കുകയാണെങ്കിൽ വിമാനം കത്താനുള്ള ചാൻസ് കൂടുതലാണ്. എത്രയും പെട്ടെന്ന് തന്നെ പാസഞ്ചേഴ്സിനെ പുറത്തിറക്കണം. അതുകൊണ്ട് തന്നെ ടൊറൻസ് പാസഞ്ചേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് എല്ലാവരോടും പുറത്തോട്ട് പോകാനായിട്ട് പറയും. അങ്ങനെ ടൊറൻസും വേറൊരു എയർ ഹോസ്റ്റസും കൂടെ വന്ന് നോക്കുമ്പോൾ നേരത്തെ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഇറങ്ങിപ്പോയ എയർ ഹോസ്റ്റസ് ഇല്ലേ, അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോലീസുകാരനും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ കുറ്റവാളിക്ക് കുഴപ്പമൊന്നുമില്ല. കുറ്റവാളി വിലങ്ങ് കിട്ട് അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും എല്ലാവരും പുറത്തോട്ടിറക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാണ്. ഇതേ നേരം ഈ പ്ലെയിൻ കാണാതെ പോയ വിവരം ഈ ഒരു പ്ലെയിൻ കമ്പനി മനസ്സിലാക്കുന്നുണ്ട്. അവസാനമായിട്ട് കോണ്ടാക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ മിന്നലേറ്റതിനു ശേഷം ആ വിമാനം എങ്ങോട്ടാണ് പോയെന്ന് അവർക്ക് അറിയത്തില്ല. അതുമല്ല, ഈ വിമാനത്തിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഈ വിമാനം പോണ്ട റൂട്ടിലല്ല ഇത് പോയിരിക്കുന്നത്. പകരം ഈ വിമാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള് പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ടൊറൻസ് പ്ലെയിൻ ഓട്ടിച്ചത്. ഏകദേശം ഒരു 12 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ എത്ര രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്? കോടികളാണ്. എന്തായാലും ഇവരെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ഈ വിമാന കമ്പനിക്കാർ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ടൊറൻസ് അതുപോലെ തന്നെ കോ പൈലറ്റ് പിന്നെ എയർ ഹോസ്റ്റസ് അവര് 3 പേരും കൂടെ ജനങ്ങളോട് വന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഇതണക്കാണ് സംഭവം ഉണ്ടായത്, മിന്നലേറ്റു, അതുകൊണ്ട് തന്നെ കൺട്രോളിൽ നിന്നില്ല, അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ടൊറൻസിനെ എതിർക്കുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. വലിയ പ്രശ്നമൊന്നും കൂടാതെ ജീവനോടെ താഴെ ഇറക്കി
ഒഴിവാക്കിയില്ലേ, അത് തന്നെ വലിയ കാര്യമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് ക്രാഷ് ലാൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും എല്ലാവരെയും സമാധാനപ്പെടുത്തുകയാണ്. പിന്നീട് ഇവരെല്ലാരും കൂടെ വിമാനത്തിന്റെ പുറത്ത് ടെന്റ് കെട്ടുന്നുണ്ട്. വിമാനത്തിന്റെ അകത്ത് എയർ കണ്ടീഷനിങ് വർക്കായില്ലെങ്കിൽ അതിനകത്തിരുന്ന് ചൂടെടുത്ത് ചത്തുപോകും. അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇതിനുശേഷം ടൊറൻസ് പോയിട്ട് ആ ഒരു കുറ്റവാളിനെ കാണും. കുറ്റവാളി കയ്യിലുള്ള വിലം കഴിക്കാനായിട്ട് പറയുമ്പോൾ ടൊറൻസ് സമ്മതിക്കത്തില്ല. കാരണം ഈ കുറ്റവാളി എന്തുമാത്രം അപകടകാരിയാണെന്ന് ടൊറൻസിന് അറിയത്തില്ല. എന്ത് കുറ്റം ചെയ്തിട്ടാണ് വന്നതെന്നും അറിയാൻ പാടില്ല. തൽക്കാലത്തേക്ക് ഇപ്പം അഴിക്കാൻ പറ്റത്തില്ല എന്ന് ടൊറൻസ് പറയുന്നുണ്ട്. പിന്നീട് ടൊറൻസും കോപ്പൈലറ്റും കൂടെ പോയി വിമാനത്തിനുള്ളിലുള്ള ആ ഫ്യൂസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. മിന്നലേറ്റത് കൊണ്ട് തന്നെ എന്തെങ്കിലും പന്നലായി പോയെന്ന് നോക്കുകയാണ്. ചില ഫ്യൂസൊക്കെ പന്നലായിട്ടുണ്ടെങ്കിലും ചിലതൊന്നും നശിച്ചു പോയിട്ടില്ല. ഇത് കഴിഞ്ഞ് ടൊറൻസ് വിമാനത്തിനുള്ളിൽ കയറിയിട്ട് ആ ഒരു ബോഡിയെല്ലാം പ്ലാസ്റ്റിക് ബാഗിൽ മൂടുകയാണ്. അതല്ല പോലീസുകാരന്റെ ബോഡിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പോലീസുകാരന്റെ ബോഡിയിൽ നിന്നൊരു തോക്കും അതുപോലെ തന്നെ ഒരു കത്തിയും കിട്ടിയിട്ടുണ്ട്. ആ കത്തി ആ കുറ്റവാളിയുടെയാണ്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആരും അറിയാതെ പോക്കറ്റിൽ വെച്ച് പുറത്തോട്ടിറങ്ങി ചെല്ലും. പുറത്തോട്ടിറങ്ങി വന്ന് കോപ്പൈലറ്റിനെ കണ്ട് ഇവരൊരു മാപ്പ് എടുത്ത് അതിനകത്ത് അടയാളപ്പെടുത്തും. ഇവരെവിടാ വന്ന് വീണേന്ന് കറക്റ്റായിട്ട് അവർക്ക് അറിയത്തില്ല. പക്ഷേ കുറെ കാൽക്കുലേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു പ്രദേശം കണ്ടുപിടിക്കുന്നുണ്ട്. അവിടാണെന്ന് അവർ ഉറപ്പുവരുത്തുകയാണ്. പിന്നെ ഈ മാപ്പിൽ ഒരു പ്രത്യേക ദ്വീപുണ്ട്. ഗവൺമെന്റുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് മനുഷ്യർ ജീവിക്കുന്ന ദ്വീപ്. ആ ദ്വീപിലെങ്ങാനാണ് ഇവർ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവൻ പോലും ബാക്കി കിട്ടത്തില്ല. ഇവരവരെ പിടിച്ചോണ്ട് പോയി കൊന്നു കളയും. അതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ആവല്ലേന്ന് പ്രാർത്ഥിക്കാനും പറയുന്നുണ്ട്. ഈ ഒരു കാര്യം തൽക്കാലത്തേക്ക് പാസഞ്ചേഴ്സ് അറിയാൻ പാടില്ല എന്നും ടൊറൻസ് പറയുന്നുണ്ട്. കോ പൈലറ്റ് അതിന് സമ്മതിക്കുകയാണ്. എന്തായാലും ടൊറൻസ് പുള്ളിക്കാരന്റെ പെട്ടി തുറന്നിട്ട് പൈലറ്റ് യൂണിഫോം ഒക്കെ മാറിയിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിടാണ്. അത് ഇട്ടിട്ട് നേരെ പാസഞ്ചേഴ്സിന്റെ അടുത്ത് ചെല്ലും. അവരോട് പറയും, ഇവിടെ തൊട്ടടുത്ത് അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ പോയാൽ പുറത്തുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിമാനത്തിലുള്ള ഇലക്ട്രിസിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ അതിലുള്ള റേഡിയോ ഡിവൈസ് ഒന്നും വർക്കാവത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ പോയി മാത്രമേ കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ടൊറൻസിന്റെ കൂടെ വരാനായിട്ട് മനസ്സ് കാണിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. എന്നാൽ ടൊറൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുറ്റവാളിനെ നോക്കും. കുറ്റവാളിയുടെ കയ്യിലുള്ള വിലം കഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളാരും വരണ്ട, ഇവൻ എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് കുറ്റവാളിനെയും വിളിച്ച് ടൊറൻസ് അവിടെ നിന്ന് നടന്നു തുടങ്ങും. കുറ്റവാളിയുടെ പേര് നമുക്ക് മാക്സ് എന്ന് പറയാം. ഇതേ നേരം ആ ഗ്രാമത്തിലുള്ള ആ ഗുണ്ടകൾ വിവരം അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്രാമത്തില് അല്ലെങ്കിൽ ആ ഒരു ഐലൻഡിൽ എവിടെ ഒരു വിമാനം തകർന്നു വീണിട്ടുണ്ട്. അപ്പൊ അവിടെ പോവുകയാണെങ്കിൽ ആ മനുഷ്യരെ പിടിച്ചു വെച്ച് ഗവൺമെന്റിനോട് വില പേശി കുറച്ചധികം പൈസ ഉണ്ടാക്കാം. അപ്പൊ അതിനകത്തുള്ള മെയിൻ വില്ലനാണ് ഈ ചുരുണ്ട മുടിയുള്ളവൻ. ഇവനാണ് പ്ലാൻ ഇടുന്നത്. ഇവനോട് ഒരാൾ വന്ന് പറയുമ്പോൾ അവന് പൈസ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. കട്ട് ചെയ്താൽ ടൊറൻസിന്റെ മോളെ കാണിക്കുകയാണെങ്കിൽ ഈ വിവരം മോൾ അറിഞ്ഞിട്ടുണ്ട്. ടിവിയിലെല്ലാം വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാനായിട്ട് നോക്കുമ്പോൾ മെസ്സേജ് പോണില്ല. കാരണം അച്ഛന്റെ ഫോണിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മോളും ആന്റിയും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇപ്പൊ ടൊറൻസും അതുപോലെ തന്നെ മാക്സും കൂടെ ആ കാടിനുള്ളിൽ കൂടെ അങ്ങനെ നടന്നു പോവാണ് ഗ്രാമത്തിനെ തേടിക്കൊണ്ട്. പിന്നെ ഈ മാക്സ് ആണെങ്കിൽ ആർമിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാക്സ് ചോദിക്കും, നിങ്ങൾ ആ പോലീസുകാരൻ്റെ എടുത്ത തോക്ക് എന്ത് ചെയ്തു, നിങ്ങൾ എടുത്തോ അതോ എടുത്തില്ലേന്ന്. പക്ഷെ ടൊറൻസ് അതിന് ഉത്തരം പറയുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ടൊറൻസ് മുമ്പിലോട്ട് നടക്കും. കുറച്ചു നേരം നടന്നിട്ട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മാക്സിനെ കാണാനായിട്ടില്ല. മാക്സ് ടൊറൻസിനെ പറ്റിച്ചിട്ട് അവിടെ നോടി രക്ഷപ്പെട്ടു പോയി. എന്തായാലും ഇങ്ങോട്ട് റെസ്ക്യൂ ടീം വന്നാൽ മാക്സിനെ പിടിച്ചോണ്ട് പോയി ജയിലിൽ അടയ്ക്കും. അത് മാക്സിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കാട്ടി നോടി രക്ഷപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇതേ നേരം ആ വിമാന കമ്പനി ആണെങ്കിൽ നമ്മുടെ ടൊറൻസിനെ പറ്റി വിവരങ്ങൾ അന്വേഷിച്ചെടുത്തിട്ടുണ്ട്. ടൊറൻസ് സാധാരണ ഒരു പുള്ളിയല്ല. പുള്ളിക്കാരന് ഫൈറ്റ് ഒക്കെ അറിയാം. അങ്ങനെ വിമാനത്തിൽ ഒരു ദിവസം ഒരാൾ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അയാളെ പിടിച്ചു വെച്ച് അടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അവിടുത്തെ വിമാന കമ്പനിയുടെ ഓണർ കാണുന്നുണ്ട്. ടൊറൻസ് സാധാരണ ഒരു പുള്ളിയല്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ നേരം കോ പൈലറ്റ് വിമാനം ശരിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതിലുള്ള കറണ്ട് എല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് അത് റെഡിയാക്കുന്നുണ്ട്. കോ പൈലറ്റിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി വിമാനത്തിൽ കറണ്ട് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാനായിട്ടും പറ്റും. റേഡിയോ ഡിവൈസ് ഒന്നും കംപ്ലൈന്റ് ആയിട്ടില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടും പറ്റും. വീണ്ടും ടൊറൻസിനെ കാണിക്കുകയാണെങ്കിൽ ടൊറൻസ് നടന്ന് ഒരു ബിൽഡിംഗ് ഉള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. കൂടെ മാക്സ് എല്ലാം. മാക്സ് എങ്ങോട്ടോ പോയി അകത്ത് കയറി ബിൽഡിങ്ങിലെല്ലാം പതിയെ പരതി നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ലാൻഡ് ലൈൻ കാണുന്നുണ്ട്. അതിന്റെ അടുത്ത് ചെന്ന് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ അത് വർക്കിംഗ് അല്ല. അതിന്റെ കണക്ഷൻ ഒന്നും റെഡിയല്ല. പക്ഷെ അത് റെഡിയാക്കാനുള്ള കണക്ഷന്റെ ബോക്സ് എല്ലാം സൈഡിലുണ്ട്. അത് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കും. അവസാനം അത് റെഡിയാവുന്നുണ്ട്. റെഡിയായ ഉടനെ വിമാന കമ്പനിയിലോട്ട് കോള് വിളിക്കുകയാണ്. അവരോട് പറയും, ഞാൻ ടൊറൻസ് ആണ്, ഞങ്ങളൊരു ഐലൻഡിലുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന്. പക്ഷേ വിമാന കമ്പനിയിലുള്ള ആൾക്കാർ പറയുന്നത് ഇത് കണക്കത്തെ ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് ദിവസവും വരും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കോള് വെച്ചെന്ന് പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്യും. ടൊറൻസിന് ആകെ ദേഷ്യം വരികയാണ്. ടൊറൻസ് പറയുന്നത് വിമാന കമ്പനി പോലും വിശ്വസിക്കുന്നില്ല. ഏതോ ഫേക്ക് ആളാണെന്നാണ് അവർ വിചാരിക്കുക. പക്ഷെ ടൊറൻസ് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മോളുടെ നമ്പർ ഡയൽ ചെയ്തിട്ട് മോളോട് വിളിച്ച് പറയും. മോൾക്ക് അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് സമാധാനമാവുന്നത്. അച്ഛൻ ജീവനോടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനുള്ള ഐലൻഡിന്റെ ഏകദേശം ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് വിമാന കമ്പനീനെ വിവരം അറിയിക്കാനും പറയുന്നുണ്ട്. മോൾക്ക് സന്തോഷമായിട്ട് വിവരം അറിയിക്കാന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്. വിമാന കമ്പനിയുടെ കാര്യങ്ങളാണ് എഴുതിയെടുക്കുക.
ഇതേ നേരം വിമാന കമ്പനിക്കാര് കുറച്ചധികം ആൾക്കാരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഫിലിപ്പീൻസിലുള്ള ഏതൊരു ഐലൻഡിലാണ് പോയി വീണേക്കുന്നത്. എന്നാൽ അവിടുത്തെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ പോലീസുകാരെ വിട്ടുകൊടുക്കാനായിട്ട് 24 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് റെസ്ക്യൂ ടീമിനെ ഇറക്കിയിട്ടുണ്ട് അവരെ കണ്ടുപിടിക്കാനായിട്ട്. ആരാണ് ഇറക്കിയിരിക്കുന്നത്? വിമാന കമ്പനിക്കാരാണ് ഇറക്കിയിരിക്കുന്നത്. വീണ്ടും ടൊറൻസിനെ കാണിക്കുകയാണെങ്കിൽ ടൊറൻസ് ഓരോ കാര്യങ്ങളും മോളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഏജൻസിയെ കോൺടാക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ ഒരാൾ വന്നിട്ട് നമ്മുടെ ടൊറൻസിനെ കയറി പിടിക്കുകയാണ്. പക്ഷെ ടൊറൻസ് വിട്ടുകൊടുക്കത്തില്ല. ആ ഫോൺ കട്ട് ചെയ്തു പോയെങ്കിലും ടൊറൻസ് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യും. അയാളെ പിടിച്ചു വെച്ച് ഞെക്കി കൊല്ലാനായിട്ട് നോക്കും. പക്ഷെ നടക്കില്ല. അങ്ങറയിൽ ഒരു കത്തിയുണ്ട്, അതെടുത്ത് ടൊറൻസിനെ കുത്താനായിട്ട് നോക്കുമ്പോൾ ടൊറൻസ് അയാളെ പിടിച്ചു വെച്ച് ശ്വാസം പിടിച്ച് ബോധം കെടുത്തി കളയാണ്. അന്നേരമായിരിക്കും ദൂരെ നിന്നൊരു വെടിശബ്ദം കേൾക്കുക. ആ ബിൽഡിങ്ങിന്റെ ഏതോ ഒരു ഭാഗത്ത് നിന്ന്. ടൊറൻസ് പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു ഡെസ്കിന്റെ പിന്നിൽ കയറി ഒളിച്ചിരിക്കും. പതിയെ പതിയെ ഒരാൾ അകത്തോട്ട് കയറി വരികയാണ്. ക്യാപ്റ്റൻ, ഞാനാണ് മാക്സ് ആണ്, നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വാന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ പതിയെ പതിയെ പൊങ്ങി നോക്കുമ്പോൾ അത് മാക്സ് തന്നെയാണ്. മാക്സ് എവിടെ പോയിട്ട് വെപ്പണൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റനോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല, എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഓടിപ്പോയത്, ഇനി ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റന്റെ കൂടെ മാക്സ് ചേരുകയാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു തോക്കെടുത്ത് ടൊറൻസിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടൊറൻസും മാക്സും കൂടെ തോക്കൊക്കെ എടുത്ത് ആ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്ന് നോക്കുമ്പോൾ ഇവരത് കണ്ട് ഞെട്ടിപ്പോവാണ്. ഈ ഐലൻഡിൽ വന്ന് പെട്ടുപോകുന്ന ആൾക്കാര് ഈ ഐലൻഡിലുള്ള ചില ഗുണ്ടകളെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് ഗവൺമെന്റിനോട് പൈസ ചോദിക്കും. ഇനിയിപ്പോ പൈസ കിട്ടിയില്ലെങ്കിലോ ഈ പിടിച്ചു വെച്ച ആൾക്കാരെ കൊന്നുകളയും. അതേപോലെ കൊന്നുകളഞ്ഞ ആൾക്കാരുടെ വീഡിയോ ക്ലിപ്സ് ആണുള്ളത്. പിന്നെ അവിടുത്തെ ഭിത്തിയിലെല്ലാം ചോര പറ്റിയിരിപ്പുണ്ട്. ഇവർക്ക് ഉറപ്പായി എന്തായാലും ആ പാസഞ്ചേഴ്സിനെ തേടിക്കൊണ്ട് തന്നെ ഇവന്മാർ വരും. ഇവന്മാർ പണം ചോദിച്ചു വരും, അവരെ ഉപദ്രവിക്കുമെന്ന്. ടൊറൻസ് എത്രയും പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് പുറത്തോട്ടിറങ്ങി ചെല്ലാണ്. നേരത്തെ ടൊറൻസിനെ ആക്രമിക്കാൻ വന്ന ആൾക്കാരില്ലേ, അവരുടെ ട്രക്ക് പുറത്ത് കിടപ്പുണ്ട്. ആ ഒരു ട്രക്കും എടുത്ത് മാക്സിനെ വിളിച്ച് അവിടെ നിന്ന് പോവാണ്. ഇന്നലെ ആ പാസഞ്ചേഴ്സ് ഒക്കെ ആകെ ബോറടിച്ചൊരു സ്ഥലത്തിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു ശബ്ദം കേൾക്കുക. കുറെ അധികം വണ്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാരും കൂടെ സന്തോഷപ്പെട്ട് ആ വണ്ടിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. കോപൈലറ്റ് പറയുന്നുണ്ട് അടുത്തോട്ട് ചെല്ലാൻ പാടില്ല, അവരെങ്ങനത്തെ മനുഷ്യരാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്ന്. പക്ഷെ ഈ മനുഷ്യരാരും കേൾക്കാതെ അവരുടെ അടുത്തോട്ട് ചെല്ലും. എന്നാൽ അവര് വണ്ടി ഒതുക്കിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തോക്കെടുത്ത് മുകളിലോട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഒറ്റൊരെണ്ണം അനങ്ങിപ്പോകാൻ പാടില്ല, എല്ലാരും അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഇതേ നേരം തന്നെ ടൊറൻസും മാക്സും കൂടെ വണ്ടി ഓടിച്ചു വരികയാണ്. മാക്സ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് വണ്ടി ഒതുക്കാനായിട്ട് ടൊറൻസിനോട് പറയും. എന്നാൽ ടൊറൻസ് വണ്ടി ഒതുക്കത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സ് സ്റ്റിയറിംഗിൽ കയറി പിടിച്ച് വണ്ടി നിർത്തുകയാണ്. ടൊറൻസ് നിനക്കെന്താടാ പ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ മാക്സ് പുറത്തുള്ള വെടിശബ്ദം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ വണ്ടിയിൽ ഇരുന്ന് തന്നെ അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറത്തെന്തോ വെടിശബ്ദങ്ങൾ കേൾക്കാം. അതിനർത്ഥം പാസഞ്ചേഴ്സിനെ ഓൾറെഡി അവന്മാർ പിടിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ പാസഞ്ചേഴ്സിനെ രക്ഷിക്കാനായിട്ട് ടൊറൻസ് ആ ട്രക്കിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഓടും. പിന്നാലെ മാക്സും ചെല്ലുന്നുണ്ട്. ഈ നേരം പാസഞ്ചേഴ്സിനെ പിടിച്ചു വെച്ചിട്ട് പൈലറ്റ് ആരാന്ന് ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. കോ പൈലറ്റ് ചെന്നിട്ട് ക്യാപ്റ്റൻ ഇവിടെ ഇല്ല, ക്യാപ്റ്റൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പുറത്തു പോയെന്ന് പറയുമ്പോൾ അവന്മാരുടെ സ്വഭാവം മാറുകയാണ്. തോക്കെടുത്ത് കോ പൈലറ്റിന്റെ നെറ്റിയിൽ വെച്ച് മിരട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനത്തിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഏതൊക്കെ ആൾക്കാരാണുള്ളത്, വല്ല സെലിബ്രിറ്റി ഉണ്ടോ, റിച്ച് ആയിട്ടുള്ള മനുഷ്യർ വല്ലതും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ പൈസ ചോദിക്കാമല്ലോ. അങ്ങനെ ലിസ്റ്റ് നമ്മുടെ എയർ ഹോസ്റ്റസിനെ വിരട്ടിയിട്ട് എടുക്കുകയാണ്. എയർ ഹോസ്റ്റസും പേടിച്ചിട്ട് ആ ഒരു ലിസ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാസഞ്ചേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയാണെങ്കിൽ അവന്മാരെ കണ്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവന്മാര് വെറുതെ വിടാതെ തോക്കെടുത്ത് ആ പെൺകുട്ടീനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. അതിലുള്ള ആ ഒരു പയ്യന് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന് ഇത് കണ്ട് സഹിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവൻ കിടന്ന് നിലവിളിക്കുമ്പോൾ ആ ഒരു വലിയ വില്ലൻ വന്നിട്ട് അവന്റെ കഴുത്തിൽ കത്തി വെച്ച് അറുത്ത് കൊന്നു കളയാണ്. ഈ രണ്ട് മനുഷ്യരെ കൊന്നു കളഞ്ഞിട്ട് വില്ലൻ ബാക്കിയുള്ള ടീംസിനോട് പറയും, ഈ എയറോപ്ലെയിനിലുള്ള എല്ലാ കാര്യങ്ങളും, ജുവലറി, ഐപാഡ്, പൈസ എല്ലാം എടുത്തു വെച്ചോ, ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടോമാരെ അവിടെ ആക്കിയിട്ട് വില്ലനും കുറച്ച് ടീംസും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ ഈ വില്ലനും ടീംസും കൂടാണെങ്കിൽ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഇവരെ വെച്ച് വില വീശാനായിട്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ടൊറൻസും മാക്സും അവിടെ കണ്ടു നിൽപ്പുണ്ട്. ടൊറൻസ് അവന്മാരെ ആക്രമിക്കാനായിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോൾ മാക്സ് വിടില്ല. ടൊറൻസ് ഒറ്റയ്ക്ക് ചെന്ന് കയറി കൊടുത്താൽ എന്തായാലും അവന്മാർ ടൊറൻസിനെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ മാക്സ് വിടില്ല, പിടിച്ചു വെക്കും. മറ്റവന്മാർ ആൾറെഡി അവിടെ നിന്ന് പോയി കഴിഞ്ഞല്ലോ, വില്ലനും ടീംസും. എന്നാൽ രണ്ടവന്മാർ മാത്രം, വില്ലന്റെ ടീംസിലുള്ള രണ്ടവന്മാർ മാത്രം അവിടെ നിൽപ്പുണ്ട്. ടൊറൻസ് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ തോക്കും എടുത്ത് അവന്മാരുടെ പിന്നാലെ ചെന്ന് അതിലൊരുത്തനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. വേറൊരുത്തനെ അടിച്ച് താഴെ ഇടും. എന്നിട്ട് അവനെ മിരട്ടും, എവിടെയാണ് അവന്മാർ കൊണ്ടുപോയ. ഈ ഒരു വില്ലന്റെ ടീംസിലുള്ളവനാണെങ്കിൽ ആദ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം എന്തെങ്കിലും ഒരു വിവരം അവന്മാരടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വില്ലൻ എന്തായാലും ഇയാളുടെ ഫാമിലിനെ കൊന്നുകളയും. അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ടൊറൻസ് മിരട്ടും, എന്റെ കൈ കൊണ്ട് മരിക്കുന്നോ അതോ വില്ലന്റെ കൈ കൊണ്ട് മരിക്കുന്നോ എന്ന്. അങ്ങനെ അവസാനം അയാൾ പേടിച്ചിട്ട് ഈ പാസഞ്ചേഴ്സിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അവരെങ്ങനെയാണ് ഇവിടെ നിന്ന് കടത്താൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. കട്ട് ചെയ്താൽ വിമാന കമ്പനിയിൽ കാണിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ടൊറൻസിന്റെ കോൾ റെക്കോർഡിങ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോള് വിളിച്ച് വിമാന കമ്പനിയിലും പറഞ്ഞിട്ടുണ്ട് ഇതണക്ക് ഈ ഒരു ഐലൻഡിലുണ്ടെന്ന്. അങ്ങനെ അവർ സാറ്റലൈറ്റ് വെച്ച് ചെക്ക് ചെയ്യാണ്. അവർക്ക്
മനസ്സിലായിട്ടുണ്ട് പ്ലെയിൻ ക്രാഷ് ആയി അവിടെ കിടപ്പുണ്ടെന്ന്. കാരണം സാറ്റലൈറ്റ് വഴി അവർക്ക് കാണാം. വീണ്ടും ടൊറൻസിനെ കാണിക്കുകയാണെങ്കിൽ ടൊറൻസ് എയറോപ്ലെയിനുള്ളിൽ കയറിയിട്ട് അവന്റെ സീറ്റിൽ വന്നിരിക്കുകയാണ്. വന്ന് എയറോപ്ലെയിനിലുള്ള സ്വിച്ച് അമർത്തി നോക്കുമ്പോൾ എയറോപ്ലെയിൻ വർക്ക് ആവാനായിട്ട് തുടങ്ങും. അതിൽ കറണ്ട് വന്നിട്ടുണ്ട്. എഞ്ചിൻ ചെറുതായിട്ട് ഓൺ ആവുന്നുണ്ട്. ഇത് കോ പൈലറ്റിന്റെ ബുദ്ധിയാണെന്ന് നമ്മുടെ ടൊറൻസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോ പൈലറ്റിന് ഒന്ന് നന്ദി പറയുന്നുണ്ട്, മനസ്സിൽ നന്ദി പറയുന്നുണ്ട്. ഉടനടി പുറത്തു നിന്നൊരു വെടിശബ്ദം കേൾക്കുക. മറ്റൊന്നുമല്ല, മാക്സ് മറ്റേ രണ്ടോമാരെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതും കാട്ടിൽ വെച്ച് കൊന്നു കളഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നേക്കാണ്. അവന്മാരെ വെറുതെ വിട്ടാൽ എന്തായാലും അവന്മാര് ടൊറൻസിന്റെ മാക്സിന്റെ നേരെ തിരിയും. അതുകൊണ്ട് മാക്സ് കൊന്നു കളഞ്ഞു. ഇപ്പൊ ടൊറൻസ് ആണെങ്കിൽ അവന്റെ പൈലറ്റ് യൂണിഫോം എടുത്തിട്ട് അതിനകത്ത് ഇവരെങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ആ പാസഞ്ചേഴ്സ് എവിടാണ് എന്നുള്ള വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം റെസ്ക്യൂ ടീം ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഈ പ്ലെയിനിനുള്ളിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാവണം പാസഞ്ചേഴ്സിനെ എങ്ങോട്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് കണക്ക് വില്ലന്മാർ ഈ കാട്ടിലുണ്ടെന്ന്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ടൊറൻസ് മാക്സിന്റെ അടുത്ത് ചെല്ലുകയാണ്. അതുപോലെ അവർക്ക് പോകാനായിട്ട് ഒരു വണ്ടിയുണ്ട്. നേരത്തെ രണ്ടോമാരെ കൊന്നില്ലേ, അവന്മാരുടെ വണ്ടിയാണ്. അതെടുത്ത് അവന്മാർ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. കട്ട് ചെയ്താൽ പിടിച്ചോണ്ട് പോയ പാസഞ്ചേഴ്സിനെയാണ് കാണിക്കുന്നത്. അവരെ കാണിക്കുമ്പോൾ അവരൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പൂട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെ അടിച്ചു പിടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അവരെ ഉപദ്രവിച്ചിട്ട് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഗവൺമെന്റിന് അയച്ചു കൊടുക്കാനായിട്ട് ഇവർക്ക് നിങ്ങളെ തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ റെസ്ക്യൂ ടീം അവർ ഐലൻഡിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാന്നല്ലേ, മുകളിലൂടെ പ്ലെയിൻ പോയപ്പോൾ പാരച്യൂട്ട് ഒഴിച്ച് താഴോട്ടിറങ്ങി. ഇനി റെസ്ക്യൂ ടീം വരാനായിട്ട് ഇവരെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ വരണമെങ്കിൽ 24 മണിക്കൂർ എടുക്കും. ഈ 24 മണിക്കൂറിനുള്ളിൽ ഇപ്പൊ വന്ന 2-3 പേര് അവർ പോയിട്ട് ഈ ജനങ്ങളെ എല്ലാരെയും കണ്ടുപിടിക്കണം, ഈ പാസഞ്ചേഴ്സിനെ കണ്ടുപിടിക്കണം. അതാണ് അവരുടെ മിഷൻ. 24 മണിക്കൂർ കഴിയുമ്പോൾ റെസ്ക്യൂ ടീം വരുമ്പോൾ രക്ഷപ്പെട്ടു പോവാം. ഇപ്പൊ ഇവർ വന്ന് അവിടെ എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ആരെയും കാണാനായിട്ടില്ല. എന്തായാലും വിമാനത്തിനുള്ളിൽ കയറി നോക്കുമ്പോൾ അതിനകത്ത് ആ പൈലറ്റിന്റെ യൂണിഫോമിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരെങ്ങോട്ടാണ് പോയത്, ആരാണ് പിടിച്ചോണ്ട് പോയതെന്ന്. ഇതേ നേരം മാക്സും അതുപോലെ തന്നെ ടൊറൻസും കൂടെ ആ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്, വില്ലന്മാരുള്ള ഗ്രാമത്തിൽ. അവിടെ വന്നിട്ട് തോക്കെടുത്ത് ആരെയും ഷൂട്ട് ചെയ്യുന്നില്ല, പകരം ഒളിഞ്ഞു ചെന്ന് ഓരോരുത്തരെയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അറിയും, കുറെ അധികം ആൾക്കാർ വന്ന് അവരെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ കൈവച്ചാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ പതിയെ പതിയെ നടന്ന് ആരും അറിയാതെ അവരെ പൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് ചെല്ലും. പാസഞ്ചേഴ്സിനെ പൂട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്നിട്ട് എല്ലാ ആൾക്കാരോടും മിണ്ടാതിരിക്കാനായിട്ട് പറയും. അതുപോലെ മാക്സ് ആണെങ്കിൽ ഒരു ചുറ്റിക എടുത്ത് അവിടെയുള്ള ആൾക്കാരെ എല്ലാരെയും അടിച്ചിടും. അതിലൊരാളിൽ നിന്ന് ടൊറൻസിന് താക്കോല് കിട്ടുന്നുണ്ട്, ഒരു ട്രക്കിന്റെ താക്കോലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പൂട്ടിയിട്ടേക്കുന്ന താക്കോലും കിട്ടുന്നുണ്ട്. അങ്ങനെ അതെടുത്തിട്ട് അവരെ പൂട്ടിയിട്ടേക്കുന്ന ആ ഒരു ഡോറ് തുറക്കാണ്. ടൊറൻസ് അകത്തോട്ട് കയറിയിട്ട് എല്ലാവരുടെ കയ്യിലുള്ള കെട്ടും അഴിച്ചു കൊടുക്കും, കത്തി വെച്ച് പൊട്ടിച്ചു കൊടുക്കും. ഇവരുടെ കയ്യിലുള്ള കെട്ടെല്ലാം അഴിച്ചിട്ട് എവരെയും വിളിച്ചിട്ട് പുറത്ത് അവരെ കൊണ്ടുവന്ന ആ ബസ്സിന്റെ അവിടെ ചെല്ലും. ആ ബസ്സിന്റെ ചാവിയുണ്ട്, ആ ബസ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി. എന്നാൽ മാക്സ് അങ്ങോട്ട് വരികയാണ്. പോവാനുള്ള റോഡെല്ലാം നോക്കിയിട്ട് അങ്ങോട്ട് വരികയാണ്. മാക്സ് നോക്കിയിട്ട് വന്നപ്പോൾ അവൻ എന്താ മനസ്സിലായെന്നല്ലേ, ആ റോഡിൽ തന്നെ കുറെ അധികം വില്ലന്മാര് നിൽപ്പുണ്ട്. അവന്മാരെ വെട്ടിച്ചുകൊണ്ട് എന്തായാലും ബസ് എടുത്ത് പോകാനായിട്ട് പറ്റത്തില്ല. തോക്കെടുത്ത് അവന്മാര് ഷൂട്ട് ചെയ്ത് കൊന്നു കളയും. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. എന്നാൽ ടൊറൻസ് വിട്ടുകൊടുക്കത്തില്ല. എന്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടൊറൻസ് ബസ്സിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. ഈ ടൊറൻസ് പുറത്തോട്ട് ഇറങ്ങിപ്പോയി വില്ലന്മാരുടെ ശ്രദ്ധ മാറ്റാനായിട്ട് പോവാണ്. ആ സമയം മാക്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും ബസ് എടുത്ത് അവിടെ നിന്ന് പോകണം. ഇപ്പൊ ടൊറൻസ് ആണെങ്കിൽ പുറത്തോട്ടിറങ്ങി വില്ലന്മാരുടെ ഇടയിൽ ചെന്ന് കയറും. എന്നിട്ട് ഞാനാണ് പൈലറ്റ്, എന്റെ ആൾക്കാരെയൊക്കെ വിട്ടയക്കും എന്ന് പറയുമ്പോൾ ഇവന്മാർ കേൾക്കത്തില്ല. ടൊറൻസിനെ വളഞ്ഞിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അങ്ങോട്ട് മെയിൻ ആയിട്ടുള്ള വില്ലൻ വരികയാണ്. അവന് വന്നിട്ട് ടൊറൻസിനെ ആക്കിക്കൊണ്ട് സംസാരിച്ച് ടൊറൻസിനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇത് എന്റെ ഐലൻഡാണ്, പൈസ തരാതെ ഒറ്റ ഒരെണ്ണം പുറത്തോട്ട് പോകത്തില്ല, നിനക്കൊക്കെ ഉള്ള പാഠം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തിൽ നിൽക്കുകയാണ്. ടൊറൻസിനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും കുറച്ചധികം പട്ടാളക്കാർ അങ്ങോട്ട് വരിക. അവര് വന്നിട്ട് അവിടെ നിൽക്കുന്ന വില്ലന്മാരെ എല്ലാരെയും ഓരോ നടി ഷൂട്ട് ചെയ്ത് താഴെ ഇടും. കുറച്ചധികം ആൾക്കാർക്ക് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. വില്ലനും ഓടിയിട്ടുണ്ട്. നമ്മുടെ ടൊറൻസ് ആണെങ്കിൽ താഴെ തന്നെ അടിയും വാങ്ങിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ടൊറൻസിന്റെ ദേഹത്ത് വെടികൊള്ളുന്നില്ല. ടൊറൻസിനെയും ടീംസിനെ രക്ഷിക്കാനായിട്ട് വന്ന പട്ടാളക്കാരാണ് ഇവര്. എന്തായാലും അവിടെയുള്ള കുറേയധികം വില്ലന്മാരെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് ഈ വന്ന 2-3 പട്ടാളക്കാർ ടൊറൻസിന്റെ അടുത്ത് ചെല്ലും. നേരത്തെ പാരച്യൂട്ട് വെച്ച് ചാടിയില്ലേ, ആ ഒരു പട്ടാളക്കാരാണ്. അവര് ടൊറൻസിനെയും വിളിച്ച് നേരെ ബസ്സിന്റെ അകത്ത് വരും. ബസ്സിൽ കയറി ഡോർ അടയ്ക്കുകയാണ്. പതിയെ പതിയെ ബസ് അവിടെ നിന്ന് എടുത്തു തുടങ്ങും. ബസ്സിലോട്ട് കുറച്ചധികം ആൾക്കാർ വെടിവെക്കുന്നുണ്ടെങ്കിലും ഇവർ ആ ബസ്സിൽ ഒളിഞ്ഞിരുന്ന് ദേഹത്തൊന്നും വെടി വാങ്ങാതെ ബസ് എടുത്ത് പുറത്തോട്ട് രക്ഷപ്പെട്ടു പോകും. പക്ഷേ റെസ്ക്യൂ ടീം വരാനായിട്ട് 24 മണിക്കൂർ എടുക്കും. എന്നാൽ വില്ലന്മാര് വേറെ കുറെ വില്ലന്മാരെയും വിളിച്ചുകൊണ്ട് എന്തായാലും ഇവരെ കൊല്ലാനായിട്ട് വരും. അതിനുള്ളിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പൊ അതിനെന്താ ഒരു വഴി? അതിനൊറ്റ വഴിയുള്ളൂ, താഴെ കിടക്കുന്ന വിമാനം എടുത്ത് ഇവിടെ നിന്ന് പറന്ന് രക്ഷപ്പെട്ടു പോവുക. അല്ലാതെ റെസ്ക്യൂ ടീമിനെ കാത്തു നിൽക്കുകയാണെങ്കിൽ എന്തായാലും അവന്മാർ വന്ന് കൊന്നുകളയും. വിമാനത്തിൽ കയറുവാണെങ്കിൽ ഒന്നെങ്കിലും മരിക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെടാം. പക്ഷെ താഴെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും മരണപ്പെടും. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ കയറി രക്ഷപ്പെടാന്ന് നമ്മുടെ ടൊറൻസ് തീരുമാനിക്കും. അങ്ങനെ ടൊറൻസും കൂട്ടരും കൂടെ ബസ് എടുത്ത് പ്ലെയിനിന്റെ അടുത്ത് വരുന്നുണ്ട്. ടൊറൻസ് എല്ലാരെയും പുറത്തിറക്കിയിട്ട് അവരോട് സംസാരിക്കും. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ ഒരു എയർപ്ലെയിൻ എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് വെടികൊണ്ട് ചാവുക, നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറയുമ്പോൾ കുറച്ചധികം ആൾക്കാർ എതിർക്കും. എന്നാൽ കുറച്ചധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അവസാനം പ്ലെയിൻ എടുത്ത് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ അവർ പ്ലെയിൻ എടുത്ത് പോകാൻ പോണ വിവരം എയർലൈൻ കമ്പനിക്കാരോട് അവർ റേഡിയോ ഡിവൈസ് വഴി പറയുന്നുണ്ട്. ഈ എയർലൈനിൽ തന്നെ ഒരു മുട്ടയുണ്ട്, അയാൾ ഇതിനെ
എടുത്തെടുക്കും. എയർപ്ലെയിൻ എടുത്തു പോകേണ്ട അത് അപകടമാണെന്ന്. പക്ഷെ അതിനകത്തൊരു ബോധമുള്ള മനുഷ്യനുണ്ട്. അയാൾ പറയാണ്, ടൊറൻസിനോട് പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തരാമെന്ന്. അങ്ങനെ ഓരോ ആൾക്കാരെ പ്ലെയിനിലോട്ട് കയറ്റാനായിട്ട് തുടങ്ങും. കുറച്ചധികം പട്ടാളക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. ആ വില്ലന്മാര് കൂട്ടത്തോടെ വരുമ്പോൾ അവന്മാരെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ടൊറൻസ് ആണെങ്കിൽ എയറോപ്ലെയിനിന്റെ പുറത്ത് വീലിന്റെ അവിടെ വന്നിട്ടുണ്ട്. ആ വീലിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. വീലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ശരിയാക്കാനായിട്ട് കുറച്ചധികം സമയം വേണം. അങ്ങനെ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോ പൈലറ്റ് വിമാനത്തിനുള്ളിലുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിമാനം എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അങ്ങോട്ട് ആ ഗുണ്ടകൾ വന്നിട്ടുണ്ട്. ആ വില്ലന്മാർ വന്നിട്ടുണ്ട്. അവന്മാർ പുറത്തോട്ട് ഇറങ്ങി ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അധികം വൈകാതെ തന്നെ ഇനിയും വില്ലന്മാർ വരും. പക്ഷെ അവന്മാരെ തീർത്തല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാർ അവന്മാരുമായിട്ട് ഷൂട്ട് ചെയ്യും, അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടത്തുകയാണ്. പട്ടാളക്കാരുടെ സ്നൈപ്പറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വില്ലന്റെ ടീമിലുള്ള കുറെ അധികം ആൾക്കാരെ പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് ടൊറൻസ് വിമാനത്തിന്റെ വീല് റെഡിയാക്കിയിട്ട് വിമാനത്തിനുള്ളിലോട്ട് ഓടിക്കയറാനായിട്ട് ശ്രമിക്കും. പക്ഷെ ടൊറൻസിന്റെ കാലിൽ വെടിയേറ്റിട്ടുണ്ട്. ആ വെടിയും കൊണ്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വിമാനത്തിനുള്ളിൽ വലിഞ്ഞു കയറുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മാക്സും അതുപോലെ തന്നെ കുറച്ച് പട്ടാളക്കാരും പുറത്തു നിന്ന് വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്, അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഈ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് മാക്സിന്റെ തോക്കിന്റെ ബുള്ളറ്റ് തീർന്നു പോയി. ആ പട്ടാളക്കാരനോട് ചോദിക്കും, ബുള്ളറ്റ് ഇരിപ്പുണ്ടോ, എവിടാണ് ഇരിക്കുന്നതെന്ന്. അവിടെ ഒരു ബാഗ് ഉണ്ട്, അതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ മാക്സ് പെട്ടെന്ന് തന്നെ ബാഗ് പോയി തുറക്കാണ്. എന്നാൽ അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിറച്ചും പണമാണ്. ഈ റെസ്ക്യൂ ടീം അവരെ രക്ഷിക്കാനായിട്ട് കൊണ്ടുവന്ന പണമാണ്. ഈ ഒരു പാസഞ്ചേഴ്സിനെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്ന പൈസയായിരുന്നു. എന്നാൽ ഇവര് വന്നപ്പോൾ താമസിച്ചു പോയി. അവന്മാര് നേരത്തെ തന്നെ ഇവരെ പിടിച്ചു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ഇനി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മാക്സ് ആണെങ്കിൽ ഈ പൈസ നോക്കിയൊന്ന് സന്തോഷപ്പെടുന്നുണ്ട്. അവന്റെ മുഖഭാവമൊക്കെ മാറുകയാണ്. എന്തായാലും ആ പൈസ അവിടെ അടച്ചു വെച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന ബാഗിൽ നിന്ന് ബുള്ളറ്റ് എടുത്തിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തായാലും വിമാനം പതിയെ പതിയെ തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പതിയെ പതിയെ മൂവ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പട്ടാളക്കാരോടും വിമാനത്തിനുള്ളിലോട്ട് കയറാനായിട്ട് പറയുന്നുണ്ട്. ഇത് റണ്ണാവുന്ന നേരത്ത് അവർക്ക് ഓടി കയറാനായിട്ട് സാധിക്കും. അങ്ങനെ പട്ടാളക്കാർ ഓടി കയറുകയാണ്. മാക്സിനെ കൂടെ വിളിക്കും. എന്നാൽ മാക്സ് കയറുന്നില്ല. പകരം അവിടെ ഇരിക്കുന്ന പണത്തിന്റെ പൈസ എടുത്തിട്ട് കാടിനുള്ളിലോട്ട് ഓടി പോവാണ്. അവൻ എന്തായാലും പുറത്ത് ചെല്ലുവാണെങ്കിൽ അവനെ പോലീസുകാർ പിടിച്ച് ജയിലിലിടും. അത് അവന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ പണത്തിന്റെ ബാഗ് എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ ടൊറൻസ് ആണെങ്കിൽ പ്ലെയിൻ പറത്താനായിട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ റൺവേയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയൊരു റോഡുണ്ട്, അതിൽ കൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വില്ലനും വേറൊരുത്തനും കൂടെ ഒരു കാറും എടുത്തിട്ട് ഈ പ്ലെയിനിനെ ഓവർടേക്ക് ചെയ്ത് കുറേയധികം മുമ്പിൽ പോയി നിൽക്കും. കാർ അവിടെ ഒതുക്കിയിട്ട് വില്ലന്റെ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ ഒരു മിസൈൽ എടുത്ത് ആ പ്ലെയിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ സൈഡിൽ തന്നെ നമ്മുടെ മാക്സ് നിൽപ്പുണ്ടായിരുന്നു പണത്തിന്റെ ബാഗുമായിട്ട്. അവന്റെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്കെടുത്ത് മിസൈൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നവന്റെ നേരെ ഷൂട്ട് ചെയ്യാണ്. ഉടനടി അവൻ താഴെ വീഴുന്നുണ്ട്. അവന് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ വില്ലൻ വെറുതെ വിടത്തില്ല. വില്ലൻ കാറിന്റെ പിന്നിൽ മറഞ്ഞിരുന്നിട്ട് ഒരു മിസൈൽ എടുത്ത് പ്ലെയിന് നേരെ വിടാനായിട്ട് ശ്രമിക്കും. പക്ഷേ ടൊറൻസ് വിമാനത്തിന്റെ സ്പീഡ് കൂട്ടിയിട്ട് വിമാനം പതിയെ പതിയെ പൊക്കും. അതുപോലെ തന്നെ ഈ വിമാനത്തിന്റെ വീല് താഴെ തന്നെ ഉണ്ട്. ഈ വീല് കയറി തട്ടിയിട്ട് ആ ഒരു വില്ലനും അതുപോലെ തന്നെ വില്ലന്റെ വാഹനവും തെറിച്ചു പോവാണ്. ഈ ഒരു കാര്യം മാക്സ് കാണുന്നുണ്ട്. മാക്സിന് ഇത് കാണുമ്പോഴാണ് സന്തോഷമാവുക. നമ്മുടെ ടീംസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയല്ലോ. അതുപോലെ തന്നെ മാക്സിന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ ഇനി ഈ പണത്തിന്റെ പൈസ ആയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി. ആരും അവനെ പിടിച്ച് ജയിലിലിടത്തില്ല. അവന് സെറ്റിൽ ആവാനായിട്ടുള്ള പൈസ അതിലുണ്ട്. എന്തായാലും നമ്മുടെ ടൊറൻസും ടീംസും പ്ലെയിൻ എടുത്ത് പോയതിനു ശേഷമായിരിക്കും വില്ലന്റെ കുറെ അധികം ആൾക്കാർ വണ്ടി എടുത്ത് അങ്ങോട്ട് വരിക. അവർ വൈകിപ്പോയി ഈ വിമാനത്തിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മുടെ ടീംസ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നുയർന്നു പോവാണ്. ആ ഐലൻഡ് വിട്ട് ദൂരോട്ട് പോവാണ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിമാനം എടുക്കാൻ നേരത്ത് കുറേയധികം ഷൂട്ടിങ് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൊറൻസിന് ഒരുപാട് ഷൂട്ട് ഏറ്റിട്ടുണ്ട്. കാലിലേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോൾഡറിലേറ്റിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് ഇത്രയധികം റിസ്ക് എടുക്കുന്നത്. ഈ വിമാനത്തിന്റെ ഒരു എഞ്ചിൻ തകരാറിലും ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് ലാൻഡ് ചെയ്യണം. എന്തായാലും ഇത് തകർന്ന് താഴെ വീഴും. അതുകൊണ്ട് തന്നെ റേഡിയോ ഡിവൈസ് വഴി എയർലൈൻസ് കമ്പനീനെ ബന്ധപ്പെടും. അവരോട് ചോദിക്കും ഇവിടെ എവിടെയെങ്കിലും എയർപ്ലെയിൻ നിർത്താനായിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനായിട്ടുള്ള റൺവേ ഉണ്ടോന്ന്. തൊട്ടടുത്ത് തന്നെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ റൺവേ ഉണ്ട്, ജനതാമസം ഉണ്ട്, അങ്ങോട്ട് ലാൻഡ് ചെയ്യാനായിട്ട് പറയും. പക്ഷേ ഈ പ്ലെയിൻ അങ്ങ് വരെ പോകുന്നുള്ളത് ഡൗട്ടാണ്. പക്ഷേ ടൊറൻസ് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവും. കുറച്ച് മിനിറ്റുകൾക്കകം അവരെ ഐലൻഡിൽ എത്താണ്. റൺവേ ഇവരുടെ തൊട്ട് മുമ്പിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടൊറൻസ് പതിയെ പതിയെ വിമാനത്തിന്റെ ഉയരം കുറച്ചു കൊണ്ടുവരാണ്. പതിയെ പതിയെ ആ ഒരു റൺവേയിലോട്ട് ഇറക്കാനായിട്ട് തുടങ്ങും. വിമാനം താഴെ ഇറങ്ങുമ്പോൾ ഇതിന് കൺട്രോൾ കിട്ടുന്നില്ല. വീലൊക്കെ കിടന്ന് വോബിൾ ചെയ്യാണ്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ലാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ വിമാനത്തിന്റെ സ്പീഡിന് നിയന്ത്രണം ഇല്ലാതെ റൺവേയും കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാണ് ഇത് നിൽക്കുക. പക്ഷേ ഇവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലാൻഡ് ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ടൊറൻസിന്റെ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും പറ്റുമോ അറിയാനായിട്ട് അവരുടെ അടുത്തോട്ട് ചെല്ലും. അവർക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ല. എല്ലാവരും എണീറ്റ് ടൊറൻസിന് വേണ്ടി കൈയടിക്കുകയാണ്. എല്ലാവരുടെ ജീവനും ടൊറൻസ് രക്ഷിച്ചല്ലോ. ടൊറൻസിനെ എതിർത്ത ആൾക്കാർ വരെ ടൊറൻസിന് വേണ്ടി കൈയടിക്കുകയാണ്. എന്തായാലും ഓരോ ആൾക്കാരെയായിട്ട് വിമാനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറക്കാനായിട്ട് തുടങ്ങും. ടൊറൻസ് മാത്രമാണ് ഇപ്പൊ വിമാനത്തിനുള്ളിൽ. കുറച്ചു നേരം ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് സമാധാനപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന് വിമാനത്തിന്റെ സ്റ്റെപ്പിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് തന്റെ മോൾക്ക്
മെസ്സേജ് ഇടുക. അച്ഛൻ എന്തായാലും ഇപ്രാവശ്യം വരും, അച്ഛന് ഒരു കുഴപ്പമില്ല, മോള് കാത്തിരിക്കുമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നതായിട്ട് കാണിച്ച് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ കമന്റിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.